നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഇത് ഡെയിലി ന്യൂസ് കേരളം. അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. കായിക വകുപ്പിൽ വൻ ക്രമക്കേടുണ്ടായിരുന്നു എന്ന റിപ്പോർട്ട്. മെസ്സി വരുമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയതായി സൂചന. എല്ലാത്തിനും പഴയ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നേരിട്ടാണത്രേ ചുക്കാൻ പിടിച്ചത്. ഒരു നടപടിയും പാലിക്കാതെയാണ് കലൂർ സ്റ്റേഡിയം കൈമാറിയതെന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ആവശ്യം. കായിക വകുപ്പിൽ നടന്ന ക്രമരഹിത നടപടികളെക്കുറിച്ച് അന്വേഷിക്കാൻ മന്ത്രി ഒ.ജെ. ജനീഷ് കുമാർ നിർദ്ദേശം നൽകി. ടി.ജി. മോഹൻദാസിന് ജാമ്യം ലഭിച്ചതിൽ എതിർപ്പുമായി യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും. വെടിവെച്ച് കൊല്ലുമെന്ന് പരസ്യമായി പറഞ്ഞ ആളിനോടുള്ള സമീപനം സമൂഹത്തിന് മോശമായ സന്ദേശം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ്. കടലിൽ കാണാതായ ഷിജിൻ, ജോൺ, ഗൗതം എന്നിവർക്കായുള്ള തിരച്ചിൽ 12ാം ദിവസവും തുടരുന്നു. ഇതേസമയം മുതലപ്പൊഴിയിൽ കാണാതായ പ്രവീണിന്റെ മൃതദേഹം കണ്ടെത്തി. PSCയുടെ തിരിമറിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ യുവമോർച്ചയുടെ കണ്ണൂർ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. ജാർഖണ്ഡിലെ PSC ചെയർമാൻ രാജിവെച്ചെങ്കിൽ കേരളത്തിലെ PSC ചെയർമാൻ 10 വട്ടം രാജിവെക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് BJP ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. PSCയെ പിരിച്ചുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനിടെ വിവരാവകാശ കമ്മീഷൻ PSCക്ക് നൽകിയ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. എറണാകുളം കോതമംഗലത്ത് കോട്ടപ്പടിയിൽ കാട്ടാന ശല്യം രൂക്ഷം. വനം വകുപ്പിന്റെ ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ LPST ഉദ്യോഗാർത്ഥികൾ നടത്തിവന്ന 37 ദിവസത്തെ സമരം അവസാനിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനുമായി ചർച്ച നടത്തിയ ശേഷം മന്ത്രി നൽകിയ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. സമരസമിതി സെക്രട്ടറി വളർമതി 13 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരവും അവസാനിപ്പിച്ചു. മന്ത്രി തന്നെ വളർമതിക്ക് നാരങ്ങാ നീര് നൽകി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് രൂക്ഷം. സർക്കാരിന്റെ വിപണി ഇടപെടൽ ശക്തമാക്കണമെന്ന ആവശ്യം. യൂട്യൂബർ തൊപ്പിക്ക് എറണാകുളം സൈബർ പോലീസ് നോട്ടീസ് അയച്ചു. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് എത്തണം. ചാമോലിയിൽ മേഘവിസ്ഫോടനമുണ്ടായി. പാലം തകർത്ത പ്രളയം ജനജീവിതം താറുമാറാക്കിയെന്ന റിപ്പോർട്ട്. അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരം മേയർ VV രാജേഷ് തിരിച്ചെത്തി. ഭരണസമിതിയും കോർപ്പറേഷൻ ജീവനക്കാരും ചേർന്ന് മേയറെ സ്വീകരിച്ചു. അർജുൻ അയങ്കിയെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പടിഞ്ഞാറൻ കൊളംബിയയിലെ ഭൂചലനം. മരിച്ചവരുടെ എണ്ണം 132ആയി. നിരവധി പേർ തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ പെട്ടുപോയെന്നും നിരീക്ഷണം. 100 കണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റു. പാകിസ്ഥാൻ 50 ലക്ഷം അഫ്ഗാൻ പൗരന്മാരെ നാടുകടത്തിയെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ. അഫ്ഗാൻ സിറ്റിസൺ കാർഡുകളും പ്രൂഫ് ഓഫ് രജിസ്ട്രേഷൻ കാർഡും റിന്യൂ ചെയ്യുന്നത് പാകിസ്ഥാൻ നിർത്തിവച്ചു. US-ന് ഇറാൻ നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് US-ന്റെ പരിധിയിലാണെന്ന് ട്രംപ് പറഞ്ഞു. ഇതേസമയം ആക്രമണം അവസാനിപ്പിക്കാതെ ഹോർമൂസ് തുറക്കില്ല എന്ന് ഇറാനും പ്രഖ്യാപിച്ചു. കൂടുതൽ അറിയേണ്ട വാർത്തകൾ അടുത്ത ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിൽ. നന്ദി, നമസ്കാരം.